ഹായ് ഓൾ, അസ്സലാമലൈക്കും. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാൻ നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കിയാലോ? ഫ്രൂട്ട്സ് കസ്റ്റാർഡ് അല്ല, കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ ഇട്ടിട്ട് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഉപയോഗിച്ചിട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ 2 ടീസ്പൂൺ കസ്റ്റാർഡ് കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് കലക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതവിടെ പാല് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കസ്റ്റാർഡില്ലേ അത് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ആ കസ്റ്റാർഡ് നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായി ഇളക്കിയിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതാ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ തീ ഓഫാക്കിയിട്ട് നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഞാനിതൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ. ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഇതിലേക്ക് വേണ്ട ഫ്രൂട്ട്സുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അനാറ്, ആപ്പിള്, പിന്നെ മുന്തിരിങ്ങ, മാങ്ങ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഇതിലിട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ ആ തണുത്ത കസ്റ്റാർഡിൽ അതിലേക്ക് ഞാൻ ഈ ഫ്രൂട്ട്സുകളൊക്കെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകളൊക്കെ അതിലിട്ട് കൊടുക്കാം കേട്ടോ. ഫ്രൂട്ട്സ് കഴിക്കാത്ത മക്കൾക്കൊക്കെ ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കഴിച്ചോളും. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത്ര സിമ്പിളായിട്ടാണ് നമുക്ക് നല്ലൊരു ഇഫ്താറിനൊക്കെ നമുക്ക് നോമ്പ് തുറന്നാലൊക്കെ കഴിച്ചാൽ നല്ലൊരു സുഖമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു ഗ്ലാസ്സിലേക്ക് നമുക്ക് മാറ്റിയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബെല്ലൈക്കൺ അമർത്തിയാൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.